സിഗ്നേച്ചർ ലേണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗവൺമെന്റ് ജോലി സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അതായത് KSEB ഇലക്ട്രിക്കൽ വർക്കർ, അതായത് മസ്ദൂറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സിഗ്നേച്ചർ ലേണിംഗിൽ ഒത്തിരി പേര് കോഴ്സ് എൻക്വയറി ചെയ്യാൻ വിളിക്കുമ്പോഴത്തേക്ക് ഒത്തിരി കൺസേൺസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൺസേൺസ് എല്ലാം കൂടെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് എല്ലാത്തിന്റെ ഒരു മറുപടി പറയുവാണ്. ഒപ്പം എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. എസ്പെഷ്യലി ഇത് എപ്പോഴും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല ഇത്തരത്തിലൊരു എക്സാം വിളിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പലരും ചെയ്യുന്നത് കുറെ യൂട്യൂബ് വീഡിയോസ് കാണുന്നു, അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ എടുത്ത് പഠിക്കുന്നു, ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ എടുത്ത് പഠിക്കുന്നു, കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നോക്കിയിട്ട് പോയി എക്സാം എഴുതുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റി നിലവിൽ തന്നെ 1000-ഓളം വേക്കൻസിയാണ്. ഇനി 3 വർഷം റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. അപ്പൊ 3000-ലധികം അഡ്വൈസ് ആയിരിക്കും പോകുന്നത്. 3000-ലധികം പേർക്ക് ജോലി കിട്ടാൻ പോകുന്ന ഒരു വളരെ വളരെ വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 4000-ലധികം പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. സാധാരണഗതിയിൽ ജനറൽ PSC എക്സാംസ് എഴുതി ജോലി കിട്ടുന്നതിനേക്കാളൊക്കെ ഒത്തിരി ഈസിയാണ് ഇത്തരത്തിലൊരു എക്സാം എഴുതി ജോലി കിട്ടാൻ. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു LD ക്ലർക്കോ ലാസ്റ്റ് ഗ്രേഡോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റോ ഒക്കെ ജോലി എടുക്കുവാണ്. അതിനുള്ള നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് പേരാണ്. അതിനനുസരിച്ച് വേക്കൻസിയും ഇല്ല. അപ്പോൾ ലക്ഷക്കണക്കിന് പേര് എഴുതുന്ന എക്സാം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളായിട്ട് ആ ഒരു എക്സാമിന് വേണ്ടി മാത്രമായിട്ട് എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നവർ, 5-10 വർഷം തുടർച്ചയായിട്ട് എക്സാമിന് വേണ്ടി എഫേർട്ട് എടുക്കുന്നവരാണ് ജനറൽ PSCയിൽ കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത്. കടല് പോലത്തെ വലിയ സിലബസ്. നിങ്ങൾ ഈ എക്സാമിലോട്ട് നോക്കിയേ, ഇതിനു വേണ്ടി ആരും വർഷങ്ങളോളം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് നിങ്ങളെപ്പോലെ എല്ലാവരും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ അവസരം നിങ്ങൾക്ക് തുറന്നു കിട്ടിയില്ലേ. ഇനി ടെക്നിക്കൽ PSC എക്സാം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കോമ്പറ്റീഷൻ ഒത്തിരി ഒഴിവായി കിട്ടി. വേക്കൻസി ആണെങ്കിൽ 1000-ലധികം വേക്കൻസീസും. സോ ഒന്നും നോക്കണ്ട, പഠിച്ചു തുടങ്ങുക. പഠിച്ചു തുടങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ കോഴ്സ് എൻക്വയറി ചെയ്യാൻ വേണ്ടി വിളിച്ച ഒത്തിരി പേര്, കുറെ പേര് ചോദിച്ച ഡൗട്ട്സ് സെയിം കാര്യങ്ങളായതുകൊണ്ട് അത് ഞാൻ സോർട്ട് ഔട്ട് ചെയ്ത് പറയുവാണ്. അത് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോകാം. ഒന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചത്, ആദ്യമായിട്ടാണ് ഒരു PSC പരീക്ഷയ്ക്ക് പഠിക്കുന്നത്, പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളൊരു കൺസേൺ ആണ് ചോദിച്ചിട്ടുള്ളത്. ആക്ച്വലി ഇത്തരത്തിലുള്ള എക്സാം, ITI ക്വാളിഫിക്കേഷനുള്ള എക്സാം എപ്പോഴും വിളിക്കുന്നതല്ലല്ലോ. അതുകൊണ്ട് തന്നെ പലരും ഇത്രയും ഹ്യൂജ് വേക്കൻസി ഒക്കെ ആയതുകൊണ്ട് ആദ്യമായിട്ടായിരിക്കും ഒരു PSC എക്സാമിന് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ എഴുതുന്നത്. അപ്പോൾ കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. ഉറപ്പായിട്ടും കിട്ടുമെന്ന് തന്നെ ആൻസർ. കാരണം ഇത്രയും വേക്കൻസീസ് ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാവരും നിങ്ങളെ പോലെ തന്നെയാണ് പഠിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 6-7 മാസം മാക്സിമം എഫേർട്ട് എടുത്ത് ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോബ് വേണം എന്ന് വിചാരിച്ച് പഠിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ അല്ലേ? അതായത് നമ്മൾ ഓരോരുത്തരും വരുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ്. പലരും വളരെയധികം സഫർ ചെയ്യുന്നതായിരിക്കും. പിന്നെന്താണ്, ഫാമിലിക്ക് വേണ്ടി ഒത്തിരി പല പല ജോലികൾ ചെയ്യുന്നതായിരിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഒരു 6-7 മാസം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു ഗവൺമെന്റ് ജോലിക്കാരനാണ് ആയി മാറുന്നത്. ഒരു ഗവൺമെന്റ് ജോലിക്കാരന്റെ പവറും സമൂഹത്തിലും ഫാമിലിയിലും കിട്ടുന്ന വില വേറെ ഏത് ജോലിക്കാണ് കിട്ടുന്നത്? സോ ഒരു 6-7 മാസം ഹ്യൂജ് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗവൺമെന്റ് ജോലിയിലോട്ട് എത്താൻ പറ്റും. അത് നിങ്ങൾ ഹൈലി മോട്ടിവേറ്റ് ചെയ്യുക, മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുക. ഞാൻ കുറെ മോട്ടിവേഷൻ പറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ എക്സാം പാസ്സാവണമെന്നില്ല. അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നിങ്ങളുടെ പറഞ്ഞു തരണം. അപ്പോ ആദ്യം ചോദിച്ചിരിക്കുന്ന ഈ 2 ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ, 3 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഞാൻ ഒരുമിച്ച് പറഞ്ഞുതരാം. ഒന്ന്, ആദ്യമായിട്ടാണ് ഒരു PSC പരീക്ഷയ്ക്ക് പഠിക്കുന്നത്, പഠിച്ചാൽ കിട്ടുമോ? അതുപോലെ തന്നെ പണ്ട് പഠിച്ചതൊക്കെ മറന്നുപോയി, എന്നെ കൊണ്ട് പറ്റുമോ? പിന്നെ ബേസ് ഒന്നുമില്ല, ഞാൻ എങ്ങനെ പഠിച്ചു തുടങ്ങും? ഇതിന്റെ എല്ലാം ആൻസർ സെയിം ആണ്. ആദ്യമായിട്ട് PSC എക്സാം എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ലോങ് ഗ്യാപ്പ് വന്നവരും, അതായത് 2015 മുമ്പൊക്കെ പഠിച്ചിറങ്ങിയവരും നമുക്ക് ഇവിടെ എഴുതുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവർക്ക് സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? പണ്ട് പഠിച്ചതൊക്കെ എന്ത് പോയിട്ടുണ്ടാവും? മറന്നു പോയിട്ടുണ്ടാവും. ഒരു റീസ്റ്റാർട്ടാണ് ചെയ്യുന്നത്. 8-10 വർഷത്തിന് ശേഷം സംഭവിക്കുന്ന ഒരു റീസ്റ്റാർട്ടാണ്. അതുപോലെ തന്നെ ബേസ് ഒന്നുമില്ല, എങ്ങനെ പഠിച്ചു തുടങ്ങും? അപ്പൊ ഇവരുടെ എല്ലാവരുടെയും കോമൺ പ്രശ്നം എന്ന് വെച്ചാൽ ഒത്തിരി ഗ്യാപ്പ് വരുമ്പം ബേസ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. അപ്പോൾ സീറോയിൽ നിന്നായിരിക്കും നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടി വരിക. ഇപ്പൊ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് അത്യാവശ്യം ബേസ് ഉണ്ട്. അവർ പെട്ടെന്ന്
ക്യാച്ച് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഒത്തിരി ലോങ് ഗ്യാപ്പ് വന്നവരും ആദ്യമായിട്ട് എഴുതുന്നവരും ബേസ് ഇല്ലാത്തവരും ഒക്കെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമുക്ക് മൊത്തം 10 മൊഡ്യൂളാണുള്ളത്. ആ 10 മൊഡ്യൂളിൽ ഒരു മൊഡ്യൂൾ ആദ്യമായിട്ട് പഠിച്ച് അതിലുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആവും. അയ്യോ, എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, ഇനി എന്നെ കൊണ്ട് പറ്റുമോ, ബാക്കിയുള്ളവരായിട്ടുള്ള കോമ്പറ്റീഷനിൽ പറ്റുമോ എന്ന് പല പല ചിന്തകൾ ഉണ്ടാവും. ഡീമോട്ടിവേറ്റ് ആവും. അങ്ങനെ ചെയ്യണ്ട. പകരം എന്ത് ചെയ്യുക, ആദ്യം ബേസ് പഠിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് കാൽക്കുലേഷൻ വരെ, ഒത്തിരി ലോങ് ഗ്യാപ്പ് വന്നവർക്ക് ഡെസിമൽ, പവർ അങ്ങനെയൊക്കെ വരുന്ന കാൽക്കുലേഷൻ വരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ബേസ് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ സിഗ്നേച്ചർ ലേണിംഗിൽ ഇങ്ങനെ ഒത്തിരി എൻക്വയറീസ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ആദ്യം ഇതിനെക്കുറിച്ച് നിലവിൽ അപ്ലൈ ചെയ്യുന്നവരെ കുറിച്ച്, അവർ പഠിക്കുന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മൊത്തം 10 മൊഡ്യൂൾ അല്ലേ ഉള്ളത്, നമ്മളൊരു 11ാമത് ഒരു മൊഡ്യൂളും കൂടെ നമ്മൾ നമ്മുടെ കോഴ്സിൽ ആഡ് ചെയ്യുവാണ്. ഞാൻ സിഗ്നേച്ചർ ലേണിംഗിന്റെ കോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്, KCB മസ്ദൂറിന്റെ കോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ നമ്മളൊരു എക്സ്ട്രാ മൊഡ്യൂളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആ മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഈ 10 മൊഡ്യൂളിനും ആവശ്യമായിട്ടുള്ള ബേസിക്സ് ആയിരിക്കും ആഡ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു മൊഡ്യൂൾ പഠിക്കുന്നതിന് മുമ്പ് ഈ ബേസ് പഠിക്കുക. ബേസ് പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ മൊഡ്യൂൾ പഠിച്ചാൽ മതി, ആ ടോപ്പിക്സ് പഠിച്ചാൽ മതി. അപ്പോൾ ബേസിനെ സ്ട്രോങ് ആക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, റിയൽ ക്ലാസ്സസ് പഠിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബേസ് ഇല്ല എന്നുള്ള പ്രശ്നം വരുന്നില്ല. കാരണം ഒത്തിരി പേർക്ക് ബേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ പ്രശ്നം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. നിങ്ങളെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നമ്പേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നതും ഡെസിമലും പവറും അഡ്ജസ്റ്റ് ചെയ്യുന്നതും എല്ലാം പഠിപ്പിച്ചായിരിക്കും തുടങ്ങുക. അതിനുവേണ്ടിയാണ് ഞാൻ അടുത്ത് തന്നെ എടുക്കാൻ പോകുന്ന ക്ലാസ് ഇതാണ് കേട്ടോ. അതായത് നമ്പേഴ്സ്, ഇതേപോലെ പവറും ഡെസിമലും ഒക്കെ ഈ മസ്ദൂറിന്റെ ക്ലാസ്സിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സ്ലൈഡാണിത്. ഈ പവർ, ഡെസിമൽ, അതുപോലെ ഡെസിമൽ നമ്പേഴ്സ്, അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസ്, ഇതെല്ലാം നമുക്ക് കാൽക്കുലേഷനിൽ ആവശ്യമുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് പ്രോബ്ലംസ്, ചില പ്രോബ്ലംസ്, ഇത് കാൽക്കുലേഷൻ ഒത്തിരിയുള്ള പ്രോബ്ലംസ് വരും. അപ്പൊ അതിന് ആവശ്യമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻസും ബാക്കിയുള്ള എല്ലാ ബേസും, കാൽക്കുലേഷൻ മാത്രമല്ല, ഇനിയിപ്പോ കറണ്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ കറണ്ടിന്റെ ഏറ്റവും ബേസ് മുതലേ നമ്മൾ പഠിച്ചു തുടങ്ങണമെന്നേ. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുമായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ബേസ് സ്ട്രോങ് ആക്കിയാൽ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ പരിഹരിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ബേസ് സ്ട്രോങ് ആക്കിയാൽ മതി. പ്ലസ് ഒരു കാര്യം കൂടെ ചെയ്യണം, നിങ്ങൾ ഒത്തിരി ലോങ് ഗ്യാപ്പ് ഉണ്ട് എങ്കിൽ ആ പഠിത്തത്തിന്റെ ടച്ച് വിട്ടതുകൊണ്ട് തന്നെ എങ്ങനെ പഠിച്ചു തുടങ്ങണം, പിന്നെ അതുപോലെ തന്നെയാണ് എങ്ങനെ ആ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകണം, ഈ കാര്യങ്ങളിലൊക്കെ അല്പം സഫർ ചെയ്യും. അത് കൃത്യമായ ഇൻസ്ട്രക്ഷൻ നമ്മൾ തരും. ഓക്കെ അല്ലേ? ദെൻ ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുമോ? ഒരാൾ എന്നോട് ചോദിച്ചതാണ്, ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ ചോദിച്ചതാണ്, ജോലി ഇപ്പൊ ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ ജോലി കിട്ടിയേ പറ്റൂ, ഈ മസ്ദൂർ എന്നുള്ള ജോലി എങ്ങനെയും കിട്ടണം, ഇത് എപ്പോഴും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അതുകൊണ്ട് ജോലി റിസൈൻ ചെയ്തിട്ട് പഠിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ജോലി റിസൈൻ ചെയ്യണ്ട എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ജോലിയോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഈ സിലബസ് നിങ്ങൾ മനസ്സിലാക്കുക, മറ്റ് ജനറൽ PSC പോലും അല്ലെങ്കിൽ വേറെ ടെക്നിക്കൽ PSC എക്സാം പോലും അത്രയും വലിയ സിലബസ് അല്ല. നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നും, പക്ഷെ നമുക്ക് ഈ ഒരു 6-7 മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. കൃത്യമായി ഒരു ദിവസം നിങ്ങൾക്ക് എത്ര സമയമാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് അത്രയും സമയം മൊബൈൽ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട്, നിങ്ങൾ പലരും മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആയിരിക്കും ഈ കാലഘട്ടം അല്ലേ. അപ്പൊ മൊബൈൽ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു 6-7 മാസം നിങ്ങൾ മറ്റൊരു മൈൻഡ് സെറ്റിലോട്ട് മാറുക. എന്ന് പറയുമ്പം ഒരു നന്നായിട്ടൊരു, നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഒരു അടുത്ത് വരുന്ന ഒരു 6 മാസത്തേക്ക് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ജോലി ചെയ്തോളുക. ഇനി ജോലി ചെയ്യാത്തവരാണെങ്കിൽ ഫുൾ ടൈം പഠിക്കുക. എന്താണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യം, ആ ജോലി ഒഴികെ ബാക്കി എൻറ്റയർ കാര്യങ്ങൾ മാറ്റി വയ്ക്കുക. 6 മാസത്തേക്കല്ലേ കല്യാണം, പാല് കാച്ച്, ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും മാറ്റുക. മൊബൈൽ ഫോൺ സ്ട്രിക്ട്ലി ഒഴിവാക്കുക. പഠിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ സൈലന്റ് ആക്കി കമിഴ്ത്തി വെക്കുക. ഓക്കെ അല്ലേ? പഠിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ തൊടരുത്. ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക. സോ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയം ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് അപ്പൊ ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റും. കാരണം ഇത്രയും സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടുന്ന ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത് എങ്ങനെയാണ് പഠിക്കേണ്ടത് അത് പറയാതെ നമ്മുടെ ഇത് കംപ്ലീറ്റ് ആവത്തില്ല. അതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഒരു എക്സാമിന് പഠിക്കേണ്ടത്, ലോങ് ഗ്യാപ്പിന് ശേഷമൊക്കെ പഠിക്കുന്നവർ എങ്ങനെ പഠിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് മൊത്തം 10 മൊഡ്യൂളാണുള്ളത്. നിങ്ങൾ ഇന്ന് ഒരു മൊഡ്യൂള് ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്, ഒരു 10 മണിക്കൂർ എഫേർട്ട് ഇട്ട് വളരെ വൃത്തിയായിട്ട് പഠിച്ചെന്ന് വെച്ചോ. എന്നിട്ട് വളരെ ഭംഗിയായിട്ട് പഠിച്ചു, അതായത്
ആ ഒരു മൊഡ്യൂൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് അതിൽ നിന്ന് ഒരു 100 മാർക്കിനുള്ള എക്സാം നിങ്ങൾ എഴുതി നോക്കി, നിങ്ങൾക്ക് 99 മാർക്ക് കിട്ടിയെന്ന് വെച്ചാൽ അത്രയും വൃത്തിക്ക് നിങ്ങൾ പഠിച്ചു. പക്ഷേ ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് ഇത്രയും വൃത്തിക്ക് പഠിച്ച ഈ സെയിം മൊഡ്യൂളിൽ നിന്ന് ഒരു എക്സാം എഴുതാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചേ, പറ്റത്തില്ല. കിട്ടും, ഒരു 20-25 മാർക്ക് കിട്ടും. എന്നുവെച്ചാൽ ഞാൻ എന്താ ഉദ്ദേശിച്ചത്, നിങ്ങൾ ആ ടോപ്പിക്ക് മറന്നു പോകും. ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യങ്ങളാണ്. ഒത്തിരി എഫേർട്ട് എടുത്ത് പഠിക്കുന്നുണ്ട്, പക്ഷെ പഠിക്കുന്ന കാര്യം എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, മറന്നു പോകുന്നു എന്നുള്ള കാര്യം. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, എല്ലാവരുടെയും പ്രശ്നമാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ എല്ലാവർക്കും ഫസ്റ്റ് റാങ്ക് ആയിരിക്കുമായിരുന്നു, ഫുൾ മാർക്ക് ആയിരിക്കുമായിരുന്നു. ഈ പ്രശ്നത്തിനെ ഓവർകം ചെയ്യുന്നവരാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എന്ത് ചെയ്യുന്നത്, കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇന്ന് ഒരു 10 മണിക്കൂർ, 10 മണിക്കൂർ നമ്മൾ ചുമ്മാ എക്സാമ്പിൾ പറഞ്ഞാൽ 5 മണിക്കൂർ അതിൽ താഴെ മതി. ഇന്നൊരു 10 മണിക്കൂർ എടുത്ത് അല്ലെങ്കിൽ 5 മണിക്കൂർ എടുത്ത് നിങ്ങൾ ഒരു ചാപ്റ്റർ വൃത്തിയായിട്ട് പഠിച്ചെന്ന് വെച്ചോ. നിങ്ങൾ മനസ്സിലാക്കുക, വിത്തിൻ 10 ഡേയ്സ്, ഞാൻ വീണ്ടും പറയുകയാണ്, വിത്തിൻ 10 ഡേയ്സ് നിങ്ങൾ ആ ചാപ്റ്ററിനെ ഒന്നുകൂടെ റിവൈസ് ചെയ്തിരിക്കണം. വിത്തിൻ 10 ഡേയ്സ് റിവൈസ് ചെയ്യുമ്പോൾ ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ഒന്നുമല്ല. 5 മണിക്കൂർ എടുത്ത് പഠിച്ച ചാപ്റ്റർ ഒരു 1/4 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവൈസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ആദ്യം ഒരിക്കൽ പഠിച്ചതാണ്, പിന്നെ 10 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ റിവൈസ് ചെയ്തതാണ്. അത് 2 തവണ ആൾറെഡി പഠിച്ചത് കൊണ്ട് തന്നെ ഒരു 15 ദിവസം കഴിഞ്ഞ് റിവൈസ് ചെയ്യുമ്പോൾ ഒരു 1/2 മണിക്കൂറിൽ താഴെ കൊണ്ട് നിങ്ങൾക്ക് അത് പഠിച്ചുവിടാൻ പറ്റും. പിന്നെ ഒരു 20 ദിവസം കഴിഞ്ഞ് എന്ത് ചെയ്യുക, വീണ്ടും ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. വെറും 10-15 മിനിറ്റ് മതി നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ. അങ്ങനെ എക്സാം വരെയും ഒരു 20 ദിവസം ഗ്യാപ്പിൽ, ഈ 20 ദിവസം ഗ്യാപ്പ് പിന്നെ കൂട്ടരുത്, എക്സാം വരെയും 20 ഡേയ്സ് ഗ്യാപ്പിൽ ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. റിവൈസ് 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 ആൻഡ് റിവൈസ്. നിങ്ങളൊന്ന് ആലോചിച്ചേ, ഒരു 5-6 തവണ ഒരേ സെക്ഷൻ നിങ്ങൾ റിവൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ആ സെക്ഷനിൽ, ആ മൊഡ്യൂളിലെ പ്രോ ആയിട്ട് മാറും. അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇല്ല, നിങ്ങൾ ഒരു തവണ പഠിച്ചിട്ട് പോയി എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാം, ഒന്നും അറിയില്ല എന്നുള്ള അവസ്ഥയായിരിക്കും. ക്വസ്റ്റ്യനിൽ ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. കുറെ നെഗറ്റീവ് അടിച്ചിട്ട് നിങ്ങൾ എക്സാം ഹോളിൽ നിന്ന് തിരിച്ചിറങ്ങും. സോ നമ്മൾ സിഗ്നേച്ചർ ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിൽ ഈ റിവിഷന് കൃത്യമായ ടൈം നൽകിക്കൊണ്ടുള്ള സ്റ്റഡി പ്ലാൻ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇന്ന് പഠിക്കുന്ന ടോപ്പിക്ക് എന്ന് റിവൈസ് ചെയ്യണമെന്നുള്ള പ്ലാൻ ഉൾപ്പെടെ അതിനകത്തുണ്ടാവും. കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരും. ഓരോ ദിവസവും എന്ത് പഠിക്കണം എന്നുള്ളൊരു ടോപ്പിക് അല്ല നിങ്ങൾക്ക് തരുന്നത്. എന്താണെന്ന് വെച്ചാൽ അറിയാവോ, നിങ്ങൾ ഒരു ഇന്ന ദിവസം ഇന്ന ടോപ്പിക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റഡി പ്ലാൻ തന്നാൽ നിങ്ങൾ പഠിക്കില്ല. കാരണം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും. ആ കാര്യങ്ങൾ കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും നിങ്ങളത് പിന്നീട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ആ ഒരു കൃത്യമായ ഷെഡ്യൂൾ ഫോളോ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും നിങ്ങൾ പഠിത്തത്തിൽ നിന്ന് പുറകോട്ട് പോകും. അതുകൊണ്ട് ഒരാഴ്ചയിൽ ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെയുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു തീർക്കണം. അത് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പഠിക്കാം, രാത്രിയോ പകലോ ഏത് ദിവസം വേണമെങ്കിലും പഠിക്കാം. പിന്നെന്താണ്, ഇത്ര കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റഡി പ്ലാൻ ഇങ്ങനെയാണ് പോകുന്നത്. ആദ്യത്തെ ഒരു 5 ദിവസം നിങ്ങൾക്ക് കൃത്യമായി പഠിക്കാനുള്ള ദിവസമായിരിക്കും. ആ 6ാമത്തെ ദിവസം എന്ത് ചെയ്യും, അത്രയും 5 ദിവസം പഠിച്ചതിനെ ബേസ് ചെയ്ത് ഒരു എക്സാം നടത്തും. എക്സാം നടത്തിയിട്ട് നിങ്ങൾക്ക് അന്ന് തന്നെ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ അല്ലേ, മാർക്കും റാങ്ക് ലിസ്റ്റും എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് റിവൈസ് ചെയ്യാനുള്ള കൃത്യമായ സമയം ഉണ്ടാവും. അത് കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ അടുത്ത ഒരു അടുത്ത സെക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ തരുന്നത്. അത് കഴിഞ്ഞ് അതിന്റെ എക്സാം ഉണ്ടാവും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ആദ്യത്തെ 5 ദിവസം കൊണ്ട് ഒരു പർട്ടിക്കുലർ ടോപ്പിക് പഠിച്ചെന്ന് വെച്ചോ, 6ാമത്തെ ദിവസം അതിന്റെ എക്സാം എഴുതി. എന്നിട്ട് അത് കഴിഞ്ഞ് വരുന്ന 5 ദിവസങ്ങളിൽ അടുത്തൊരു ടോപ്പിക് ഉണ്ടാവും. എന്നിട്ട് അടുത്ത് എക്സാം എഴുതേണ്ട സമയം വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സെക്കൻഡ് ഷെഡ്യൂളിൽ തന്ന ടോപ്പിക്കിന്റെ എക്സാം മാത്രമായിരിക്കില്ല, ആദ്യത്തെ 5 ദിവസം പഠിച്ച ടോപ്പിക്കും കൂടെ അതിന് ചോദിക്കും. കാരണം അങ്ങോട്ട് പോകുന്തോറും എക്സാമിൽ എൻ്റയർ ടോപ്പിക് ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. കാരണം റിവിഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് കൃത്യമായി റിവൈസ് ചെയ്യാനുള്ള ടൈം ഷെഡ്യൂൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതായത് നമ്മുടെ കോഴ്സ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കൃത്യമായി റിവിഷന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ്. റിവിഷന് പ്രാധാന്യം നൽകാതെ നിങ്ങൾ പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പണിക്ക് പോകും, അത്രേ ഉള്ളൂ. എനിക്ക് കൃത്യമായിട്ട് പറയാൻ ഇത്രയേ ഉള്ളൂ. റിവിഷന് പ്രാധാന്യം നൽകാതെ നിങ്ങൾ റിവൈസ് ചെയ്യാൻ നിങ്ങൾ വില്ലിങ് അല്ല എങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാം കിട്ടാൻ പാടാവും. സോ റിവിഷന് കൃത്യമായ പ്രാധാന്യം കൊടുത്ത് പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പോ നിങ്ങൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. ആദ്യം ഒരു മൊഡ്യൂൾ പഠിക്കാൻ തുടങ്ങുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് കൃത്യമായി പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവുക. കൃത്യമായിട്ട് പഠിച്ച് എക്സാം എഴുതി മുന്നോട്ട് പോവുക. എന്തെങ്കിലും ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, പഠിക്കാൻ പറ്റാത്ത ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ ബേസിക് ക്ലാസ് ഉണ്ട്, ബേസിക് ക്ലാസ് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അത് പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ? സോ അതുകൊണ്ടാണ് ബേസിക് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ
നമ്മുടെ എക്സാമിന്റെ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഒപ്പം നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇപ്പോൾ ആപ്പിന്റെ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് തരാം. സോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്പിൽ നമ്മുടെ കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഡെമോ ക്ലാസ്സസ് ഉണ്ടാവും, മോഡൽ ക്ലാസ്സസ് ഉണ്ടാവും. ആ ക്ലാസ് ഒക്കെ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ക്ലാസ് കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷൻകാരെ പോലെ നിങ്ങൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യുന്നു നമ്മൾ ആരും വിളിച്ച് ശല്യപ്പെടുത്തത്തില്ല. കാരണം അവിടെ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. കാരണം എല്ലാ ടീച്ചേഴ്സും പഠിപ്പിക്കുന്നത് ഒരുപോലെയല്ല. നിങ്ങൾക്ക് ചില ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് നന്നായിട്ട് ഇഷ്ടപ്പെടും, ചിലർ പഠിപ്പിക്കുന്നത് നന്നായിട്ട് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടോ, നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ എല്ലാം നമ്മളോട് ചോദിക്കാൻ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഒരിക്കലും നിങ്ങളെ കോഴ്സ് പർച്ചേസ് ചെയ്യൂ എന്ന് പറഞ്ഞ് പുറകെ വിളിച്ച് ശല്യപ്പെടുത്തുന്ന പരിപാടിയൊന്നുമില്ല. നിങ്ങൾ നേരെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ആപ്പിനകത്ത് കയറി ഫ്രീ കണ്ടന്റ്, അതിനകത്ത് കുറെ ഫ്രീ കണ്ടന്റും ഉണ്ടാവും, പെയ്ഡ് കണ്ടന്റും ഉണ്ടാവും. കുറച്ച് വീഡിയോ നിങ്ങൾക്ക് ഡെമോ ഒന്ന് കാണാൻ വേണ്ടി ഫ്രീ കണ്ടന്റ് അതിനകത്ത് ഓപ്പൺ ആയിട്ടുണ്ടാവും. ആ ഓപ്പൺ ആയിട്ടുള്ള ഫ്രീ കണ്ടന്റ് കാണുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതിനുശേഷം മാത്രം പേയ്മെന്റിലോട്ടും പർച്ചേസിലോട്ടും പോയാൽ മതി. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിൽ കണ്ടന്റ് ആഡ് ചെയ്യുന്നത് എന്താണ്, കൃത്യമായ ടൈം ഇന്റർവെല്ലിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബേസിക് ക്ലാസ്സിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കും നമ്മുടെ ക്ലാസ്സസ് ഫുള്ള് പോകുന്നത്. സോ എന്തൊരു സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? സോ താങ്ക് യു.